മാത്രമായി വെച്ചത്. പഹൽഗാം ഭീകരാക്രമണം, സർവകക്ഷി യോഗത്തിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ, വീഴ്ച സമ്മതിച്ച് കേന്ദ്രം. പട്ടാളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വായിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെ 8 മണി സമയം. ഇന്നത്തെ പത്രം മുഴുവനും കശ്മീരി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വർഗതുല്യമായ രാജ്യത്ത് സംഭവിച്ച വലിയ ഭീകരാക്രമണത്തിൻ്റെ വിപത്തിൻ്റെ വാർത്തകളാണ് പത്രത്തിൽ മുഴുവനുള്ളത്. ഇത്ര ആളുകൾ മരിച്ചു, അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ പിന്തുണകൾ, അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ, ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭം ദ്വിവേദിയുടെ സംസ്കാര ചടങ്ങിനിടെ വിലപിക്കുന്ന ഭാര്യ, കാശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നു എന്ന് പറയുന്ന വാർത്ത, പാകിസ്ഥാനികൾക്കുള്ള ഈ വിസ നിർത്തലാക്കി, മുഴുവൻ സിന്ധു നദി തടത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കരാർ മരവിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ വാർത്തകളാണ് പത്രത്തിൽ മുഴുവനും. എന്താ സംഭവിച്ചറിയോ? എന്താ? എല്ലാവരെയും കൊന്നില്ലേ? ആരെ കൊന്ന്? ഞാൻ പറയും. ആരെയാ കൊന്ന്? ഇവരെയാ കൊന്നേ? തീവ്രവാദികൾ, ഭീകരവാദികൾ. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. തീവ്രവാദം, ഭീകരവാദം. തീവ്രവാദത്തിന് മതമില്ല. തീവ്രവാദികൾക്ക് മതമുണ്ടോ? അവർ മുസ്ലിങ്ങളല്ല, അവർ ഹിന്ദുക്കളല്ല, അവർ ക്രിസ്ത്യാനികളല്ല, അവർ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരൊന്നല്ല. തീവ്രവാദം പാടുണ്ടോ? ഇല്ല. ഭീകരവാദം പാടില്ല, തീവ്രവാദം പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദീനിൽ നിർബന്ധിക്കലില്ല. പകൽഹാമിൽ വിനോദസഞ്ചാരത്തിനായി വന്ന വിവാഹം കഴിഞ്ഞ ദമ്പതികളായ ആളുകൾ ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അവർ മരണപ്പെടുകയാണ്. അതുപോലെ പിതാവിനെ മകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലുകയാണ്. പത്രങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറുകളിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. കലിമ ചൊല്ലാതെ വന്നപ്പോൾ മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കി വെടിവെച്ചു എന്നാണ് പറയുന്നത്. അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാൽ പോലും കലിമ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചില ആളുകൾ പറയും കലിമ ചൊല്ലിയാൽ മുസ്ലിം ആവുമോ? അങ്ങനെയൊന്നും ആവില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് കലിമ എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയേണ്ടത് മാത്രമല്ല, അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടത് മാത്രമല്ല, അത് ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് പറയണം, അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റ് ദൈവങ്ങളില്ല, ആരാധ്യനില്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലാഹു മാത്രമാണ്. പിന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം പറയാൻ. നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ മോനൂസിനെ തോക്കെടുത്ത് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പറടാ ഷഹാത്ത് കലിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും. അഷ്ഹദു അല്ലാ, ആർക്കും പറയാലോ, ഏത് മതക്കാർക്കും പറയാം. പഠിച്ചു വെച്ചാൽ മതി, മലയാളത്തിൽ പഠിച്ചോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പറയുന്നത് കൊണ്ട് മാത്രം മുസ്ലിം ആവില്ല. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് മനസ്സുകൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് പറയണം. ഞാൻ ഓം എന്ന് ഹിന്ദു വാക്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ മതത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ മറ്റു മതത്തിലേക്ക് പോകില്ലല്ലോ. എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് മതത്തിൽ. അതുകൊണ്ട് ഈ ഭീകരർ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായതാണെങ്കിലും പുറത്തു നിന്ന് വന്നതാണെങ്കിലും അയൽ രാഷ്ട്രത്തിൽ നിന്ന് വന്നതാണെങ്കിലും പാകിസ്ഥാനിലെ ഭീകരരിൽ നിന്നുണ്ടായതാണെങ്കിലും അതൊന്നും മതത്തിൻ്റെ ഭാഗമല്ല. അങ്ങനെ കൂട്ടിക്കുഴക്കരുത് ഒരാളും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ജുമാക്ക് പോകുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തു എന്ന് മാത്രം. നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി, വിഭാഗീയതയില്ലാതിരിക്കാൻ വേണ്ടി, സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി, അല്ലേ? നമ്മളൊക്കെ ശ്രമിക്കണം. മോൻ്റെ സ്കൂളിലില്ലേ, പിന്നെ മോൻ്റെ കൂട്ടുകാരില്ലേ കുറേ? ഒരു കൂട്ടുകാരൻ്റെ പേര് പറയും. എമിൽ. പിന്നെ ആരോൺ, അല്ലേ? പിന്നെ ഫൈസാൻ. കണ്ടില്ലേ? ഇങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പം. എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. ഞാനും ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ കൂട്ടുകാർ. ഞങ്ങൾ മതം നോക്കിയിട്ടല്ല. ഞാൻ എൻ്റെ മോനോട് പറയാൻ പാടില്ല അവർക്ക് ഇന്ന മതമാണ് എന്ന്. അങ്ങനെ പോലും ഞാൻ പറയാറില്ല. ഏത് മതത്തിൽപ്പെട്ടവരായാലും
ഇപ്പോൾ പേര് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ, എൻ്റെ മോൻ്റെ കൂട്ടുകാരാണ്. എല്ലാവരും സ്നേഹിക്കുക അല്ലേ, എല്ലാവരെപ്പോഴും കൂട്ടുകൂടുക. അതാരായാലും പലതും പുറത്തുനിന്ന് കേൾക്കും, അതൊന്നും വിശ്വസിക്കരുത്. നല്ല സുഹൃത്തുക്കളായ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കളിച്ചും കുപ്പായ കെട്ടും സന്തോഷത്തോടു കൂടി അല്ലേ എല്ലാവരും ജീവിക്കുക. രാജ്യസ്നേഹമാണല്ലോ, രാജ്യസ്നേഹം. സ്വരാജ്യസ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പണ്ട് മുതലേ നമ്മളൊക്കെ നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. രാജ്യസ്നേഹം. റസൂലുള്ളാഹി മക്കയിൽ ജീവിച്ചു. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്ക എന്ന് പറയുന്ന രാജ്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മക്ക നഗരമേ, ഞാൻ ജനിച്ചു വീണ എനിക്കിഷ്ടപ്പെട്ട മണ്ണാണിത്. എന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീർ വാർത്ത പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തോട് സ്നേഹം വേണം, കൂറ് വേണം. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് നിലനിൽക്കാം. മറ്റ് വിദ്വേഷ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാം. ഇതിൽ പേര് വന്നത് മുഴുവനും, പത്രമാധ്യമങ്ങൾ പറയുന്ന ആ പേരുകൾ മുഴുവനും മുസ്ലിം നാമങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരരുടെ പേര് പറയുമ്പോൾ മുസ്ലിം നാമങ്ങളാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ആരും വെറുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി, ഇത് ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ജൈനനും ബുദ്ധനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവുമൊക്കെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒന്നായി ജീവിക്കുന്ന സ്നേഹ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.